കേരള എക്സ്പ്രസിലുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സൻസ ശോഭ ചന്ദ്രനിലേക്ക് പോവുകയാണ്. സൻസ, ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? പെൺകുട്ടി പാലോട് സ്വദേശിയാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെൺകുട്ടി ഇപ്പോഴും അത്യാഹിത വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ ചികിത്സ പുരോഗമിക്കുകയാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് അടക്കമുണ്ട്. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതിഗുരുതരാവസ്ഥയിലാണ് പെൺകുട്ടി തുടരുന്നത്. മരണത്തിന് വരെ അത്തരത്തിൽ പറയാൻ പാടില്ല. ജീവന് വേണ്ടി പോരാടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിൽ വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ചത് എന്ന് വേണം പറയാൻ. ഇത്തരത്തിൽ ഈ പെൺകുട്ടിയും സുഹൃത്തും 19 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടികൾക്ക് രണ്ടുപേർക്കും പ്രായമുള്ളത്. ഇവർ രണ്ടുപേരും ഒരേപോലെ ആക്രമിക്കപ്പെടുകയായിരുന്നു. ഈ കേരള എക്സ്പ്രസിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഇരുവരുമുള്ളത്. ഇരുവരും ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇയാൾ പുറകിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ ആക്രമിച്ചത്. ഇയാൾ മദ്യപിച്ചതായിട്ടാണ് അവിടെ യാത്രക്കാർ സ്ഥിരീകരിക്കുന്നത്. ഇത്തരത്തിൽ പെൺകുട്ടികളെ പുറകിൽ നിന്ന് ആക്രമിക്കുകയായിരുന്നു. ചവിട്ടി പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു. അത്തരത്തിൽ ഈ പെൺകുട്ടി നേരെ ഇയാൾ പുറത്തേക്ക് തള്ളിയിടാൻ ഈ പെൺകുട്ടിയെ തള്ളിയിടാൻ കഴിയുകയും എന്നാൽ മറ്റേ പെൺകുട്ടിയെ ചവിട്ടി തള്ളിയിടാൻ ശ്രമിച്ചെങ്കിലും ആ പെൺകുട്ടി പിടിച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടി ശബ്ദിച്ചതിനെ തുടർന്നാണ് മറ്റുള്ള യാത്രക്കാർ ഈ വിവരം അറിയുന്നത്. അത്തരത്തിൽ ഈ പെൺകുട്ടിയെ പിന്നീട് ഇവർ ട്രെയിൻ നിർത്തി ഈ പെൺകുട്ടിയെ തിരയുകയും റെയിൽവേ പാളത്തിൽ നിന്ന് കണ്ടെത്തുകയും തുടർന്ന് വർക്കലയിലുള്ള മിഷൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. അവിടെ നിന്ന് ജീവൻ രക്ഷാ സാമഗ്രികളുടെ അടക്കം സഹായത്തോടെയാണ് ആംബുലൻസിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ സുരേഷാണ്, തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള സുരേഷാണ് ഈ ഒരു കൃത്യം ചെയ്തിരിക്കുന്നത്. അയാളെ ഇപ്പോൾ തമ്പാനൂർ RPF റെയിൽവേ പോലീസിൽ കൈമാറിയിട്ടുണ്ട്. വൈദ്യപരിശോധനയടക്കം നടന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. ഇയാൾ മദ്യപിച്ചതായിട്ട് തന്നെ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ അടക്കം ഇവിടത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. കൂടാതെ തന്നെ അല്പസമയം മുൻപ് ആംബുലൻസ് ഡ്രൈവർ അടക്കം നമ്മളോട് പ്രതികരിച്ചിരുന്നു. പെൺകുട്ടിക്ക് തലയ്ക്ക് ആഘാതമേറ്റതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പെൺകുട്ടിക്ക് ബോധം പൂർണ്ണമായി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സ തുടരുന്നത്. ഇത്തരത്തിൽ പാലോട് സ്വദേശിനിയാണ് പെൺകുട്ടി. തിരുവനന്തപുരം സ്വദേശിനി തന്നെയാണ്. 19 വയസ്സ് മാത്രമേ ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളൂ. ഇത്തരത്തിൽ പുറകിൽ നിന്നാണ് ഇയാൾ മദ്യപിച്ച് ലക്കുകെട്ടാണ് ഇയാൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് പുറകിൽ നിന്നായിരുന്നു ആക്രമണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ പലതും ഈ കേരളം ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇതൊരു സൂചിപ്പിച്ചതുപോലെ തന്നെ 19 വയസ്സുകാരിയായ പെൺകുട്ടി പാലോട് സ്വദേശിയാണ്, തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമാണ്. ഈ പെൺകുട്ടികൾ രണ്ടുപേരും ബാത്റൂമിൽ പോയതിനു ശേഷം തിരിച്ചു വരുന്നതിനിടെയാണ് പെൺകുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ സിജോ വിജോൺ കൂടി ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഇപ്പോൾ പ്രതി എവിടെയാണുള്ളത്? എന്താണ് വിവരം? ഇപ്പോൾ തമ്പാനൂര് റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത്. പ്രതിയെ അല്പസമയത്തിനകം തന്നെ വിശദമായി ചോദ്യം ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ താൻ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് ഇയാൾ പറയുകയാണ്. താൻ ആരെയും ഉപദ്രവിക്കുകയോ ട്രെയിനിൽ നിന്ന് ചവിട്ടി താഴെ ഇടുകയോ ചെയ്തിട്ടില്ല എന്നാണ് ഇയാൾ പറയുന്നത്. താൻ എന്തിനാണ് അങ്ങനെ രണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്? അങ്ങനെ തനിക്കൊരു പരിചയവുമില്ലാത്ത ഒരാളെ താൻ എന്തിനാണ് ഇങ്ങനെ ചവിട്ടി താഴെ ഇടുന്നത് എന്നുള്ളൊരു കാര്യമാണ് അയാൾ ചോദിക്കുന്നത്. എന്തായാലും അക്കാര്യം പോലീസും ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാരണം ഇങ്ങനെ ചവിട്ടി താഴത്തോട്ട് ഇടുന്നത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കാണുന്നുണ്ട്. അവരുടെ മൊഴി ഇക്കാര്യത്തിൽ ഉണ്ട് താനും. അതോടൊപ്പം തന്നെ ഇയാളിപ്പോൾ അല്പസമയത്തിന് മുമ്പ് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം പോർട്സ് ഹോസ്പിറ്റലാണ് വൈദ്യപരിശോധന പൂർത്തിയാക്കിയത്. ഇപ്പോൾ പിന്നീട് സ്റ്റേഷനിലോട്ട് എത്തിച്ചിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിലൂടെ അറിയാൻ പറ്റും എന്താണ് ഒരു പ്രകോപനം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ നേരത്തെ അങ്ങനെ പരിചയമുള്ളതായി സംബന്ധിച്ചൊന്നും ഇതുവരെയും വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നില്ല. ഈ ആക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇവർ ഈ ശുചിമുറിയിലോട്ട് ടോയ്ലറ്റിലോട്ട് പോവുകയായിരുന്നു. ആ 2 പേരാണ്, ഇവര് സുഹൃത്തുക്കളായ 2 പേര് ആ സൈഡിലോട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ ശുചിമുറിയിലേക്ക് പോകുന്നു. ഈ താഴെ വീണ് പരിക്കേറ്റ ട്രെയിനിൽ നിന്ന് താഴെ പോയ ആള് ഈ ഡോറിനോട് ചേർന്ന് നിൽക്കുകയായിരുന്നു. പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ മദ്യപിച്ചെത്തിയ ഇയാള് ചവിട്ടി താഴത്തോട്ട് ഇടുന്നത്. ഇത് കണ്ട് ഓടി ഇവിടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ഓടിയെത്തിയായിരുന്നു. തുടർന്ന് ഈ സ്ത്രീയെയും ഇയാൾ പിടിച്ച് പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു. ഈ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിന്നാണ് അത് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഈ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരാണ് ഓടിയെത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം കൂടി ഇയാളെ ബലമായി പിടിച്ച് നിർത്തുകയാണ് ചെയ്തത്. പിന്നീട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കുന്നു. അവിടെ എത്തിയാണ് പോലീസിന്
കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ആ സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ബോഗിയിലുണ്ടായിരുന്ന ആളുകൾ അപ്പോൾ തന്നെ റെയിൽവേ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. വർക്കല പോലീസിനെയൊക്കെ വിവരം അറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസിന് പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം വൈദ്യപരിശോധന പൂർത്തിയാക്കിയാണ് ഇപ്പോൾ തമ്പാനൂരുള്ള റെയിൽവേ പോലീസിന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്യണം. അതിനുശേഷം മാത്രമാണ് എന്താണ് ഇത്തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാനുള്ള കാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ.